പണ്ടൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പറമ്പ് തിങ്ങി വളരുന്ന പ്ലാവ്, ആഞ്ഞിലി, തേക്ക് തുടങ്ങിയ വൻമരങ്ങൾ വിൽക്കാനായി പറമ്പുകളിൽ വെട്ടിയിടും. ലോറി കയറിച്ചെല്ലാത്ത ചെരിവുകളിൽ നിന്ന് ആനയെ കൊണ്ട് വലിപ്പിച്ച് കൂറ്റൻ തടികൾ റോഡിലെത്തിക്കും. മുഹമ്മദ് അലിയെയും ബ്രൂസ്ലിയെയും പോലുള്ള ഒരു ഡസൻ മല്ലന്മാരുമായി ഒരു ദിവസം അങ്കമാലി മത്തായിയുടെ ലോറി വരും. ലോറിയിലേക്ക് ചരിച്ചു വെച്ച 2 ഉരുളൻ തടികളിൽ കൂടി, കാലാങ്കി എന്നാണ് അതിൻ്റെ നാടൻ പേര്, കമ്പിയും കയറും കൈയും തോളും ഉപയോഗിച്ച് ഈ തടികളൊക്കെ ആ മല്ലന്മാർ തള്ളിക്കയറ്റുന്നത് നോക്കി അയ്യോ എന്തൊരു കരുത്ത്, എന്തൊരു ശിമിട്ട് എന്നൊക്കെ ഞങ്ങൾ അത്ഭുതത്തോടെ നിൽക്കും. എത്ര കണ്ടാലും മടുക്കാത്ത നാട്ടുമ്പുറത്തെ പിള്ളേരെ ഹരം കൊള്ളിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അത്. ആ നേരത്ത് പണിക്കാർക്കൊരു സംഘഗാനമുണ്ട്. ലാംബേ ഐലസ ലാംബേ ഐലസ, ഒത്തുപിടിച്ചു ഐലസ, ദേവിക്കെന്നും അയ്യയ്യാട, നീളാരം നീളം അയ്യയ്യാട, ഒന്നുകൂടെ തള്ള് അയ്യയ്യാട, കയറിപ്പോട്ടെ വണ്ടൻ ലോറി. ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ വായ്ത്താരി. തടി കൊണ്ടുപോകാൻ ഞങ്ങളുടെ നാട്ടിൽ സ്ഥിരമായി വന്നിരുന്നത് അങ്കമാലി മത്തായി എന്നൊരു ഗംഗേമൻ ഡ്രൈവറായിരുന്നു. കൊച്ചിൻ ഹനീഫയുടെ 1.5 സൈസ് വരും. ഏത് പുഴയിലും കയറ്റത്തിലും ചെളിയിലും മത്തായിയുടെ ബെഡ്ഫോർഡ് ലോറി ഫുൾ ലോഡ് ചരക്കുമായി കടന്നു പോകും. വല്ലപ്പോഴുമൊക്കെ തോടിറങ്ങി കയറുന്ന ലോറി ചെളിയിൽ പൂണ്ട് നീങ്ങാൻ പറ്റാതെ പുക ചീറ്റി ഇരച്ചു നിൽക്കുമ്പോൾ ചക്രത്തിനടിയിൽ കല്ലും തടിയുമിട്ട് പണിക്കാർ വീണ്ടും തള്ളും. അപ്പോഴും ഈ വായ്ത്താരി ഒഴുകും. ഞങ്ങളത് കേട്ടു നിൽക്കും. ആ കാലമൊക്കെ പോയി. ആനയ്ക്കും പണിക്കാർക്കും പകരം JCB പോലുള്ള യന്ത്രങ്ങൾ ആ പണി ഏറ്റെടുത്തു. നാട്ടുമ്പുറത്തും മലയോരത്തും കണ്ടിരുന്ന ആ കാഴ്ച ഇപ്പോൾ അവിടങ്ങളിലൊന്നുമില്ല. എന്നാൽ ഇപ്പോൾ ഈ ഉന്തും തള്ളും തടിപിടുത്തവും മൽപ്പിടുത്തവും കാണണമെങ്കിൽ എറണാകുളത്തെയും മറ്റ് ചില സ്ഥലങ്ങളിലെയും പള്ളികളിൽ പോയാൽ മതി. തെയ്യം, തിറ, ഒളിച്ചുകളി, ഒറ്റക്കാലിച്ചാട്ടം, ഓണത്തല്ല്, ഓട്ടംതുള്ളൽ, ഭൂതം നൃത്തം തുടങ്ങിയവയൊക്കെ ഇപ്പോൾ പള്ളികളിൽ കാണാം പതിവായി തന്നെ. ഈ കലാപരിപാടി ഓരോന്നായി നമുക്കൊന്ന് കാണാം. ആദ്യം എറണാകുളം ബസിലിക്കയിൽ തന്നെ തുടങ്ങാം. പിന്നെ ഉദയം പേരു താന്നിപ്പുഴ വിഷയങ്ങൾ രൂക്ഷമാവുകയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന വിഷയങ്ങൾ
കാലടി താന്നികൾ പള്ളിയിൽ നടക്കുന്ന ദൃശ്യങ്ങളാണ്. അവിടെ സിനഡ് നിർദ്ദേശിച്ച കുർബാന ചൊല്ലണമെന്ന്, അതായത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ വിഷയങ്ങളുടെ തുടർച്ച തന്നെയാണ്. ഈ രീതിയിലേക്ക് കുർബാന തുടരാനായിട്ട് വന്നു. വിശ്വാസികൾ എതിർത്തു. ഇവിടെ ജനാഭിമുഖ കുർബാനയെ പറ്റൂ എന്ന് പറയുന്നു. വൈദികനെ പിന്തുണച്ചയാളും എതിർത്തയാളും തമ്മിലാണ് ഇപ്പോൾ തിരിക്കാലുമായി, മെഴുകുതിരി കത്തിക്കും തിരിക്കാലുമായിട്ട് ഏറ്റുമുട്ടുന്നൊരവസ്ഥയിലേക്ക് പള്ളിക്കകത്ത് ഈ രീതിയിലെ ക്രമസമാധാന പ്രശ്നങ്ങൾ വളരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നത്. ഇപ്പോൾ എതിർ പിറമാടും അച്ഛാ സമാധാനമായിട്ട് കേസ് തീർന്നല്ലേ, ഇനിയിപ്പോൾ എന്നത്തിനാ ഇത്? ഞങ്ങൾ നേരെ ഇത് നേരെ ലൈവാട്ടോ അച്ഛാ, ജാമ്യം കിട്ടൂല. പ്രൊട്ടക്ഷൻ അതിനാ പോലീസ് പ്രൊട്ടക്ഷൻ ഇല്ലേ ഇത് അല്ല? അത് കാണാം. എന്നിവയും പേരറിയാത്ത വിദേശ സ്ഥലങ്ങളും എവിടെ ആയാലെന്ത് സാർ, നമുക്കിതൊക്കെ കണ്ട് കുളിരണിഞ്ഞാൽ മതിയല്ലോ. ആഹഹ ഓഹോ. താമസിയാതെ കുർബാനയ്ക്കിടയിലും പിന്നെ കുർബാന ഒഴിവാക്കിയും ഇവയൊക്കെ ഘട്ടം ഘട്ടമായി ലോകമെമ്പാടും എല്ലാ പള്ളികളിലും നടപ്പിൽ വരുത്തുക എന്നതാണ് ഞങ്ങളുടെ പദ്ധതി. വരുവിൻ, കാണുവിൻ, കൈയടിക്കുവിൻ. സഹൃദയരെ, നിങ്ങളുടെ ദൈവങ്ങൾ ഇവിടെയാണ്, ഈ മനുഷ്യരുടെ മുഖത്താണ്. ഇവരാണ് ദൈവങ്ങൾ. ഇതൊരു സ്പെഷ്യൽ ഐറ്റമാണ്. വൈശാലി സിനിമയിൽ വൈശാലി ഉൾപ്പെടെയുള്ള ഗണികകൾ ഋഷ്യശൃംഖരെ വശീകരിച്ചു കൊണ്ടുവരുന്ന രംഗത്ത് പാടിയ ഗാനം വൈദിക ദിനത്തിൽ അൾത്താരയ്ക്ക് മുന്നിൽ ഉപവിഷ്ടരായ വൈദികർക്ക് വേണ്ടി അവതരിപ്പിച്ച ഈ ദുന്ദുഭി നൃത്തം കൺകുളിർക്കെ ആസ്വദിച്ചു കൊള്ളുവിൻ. വൈകാതെ തന്നെ സീറോ മലബാർ സഭയിലെ പള്ളികളിലെ അൾത്താറുകളും ബലിപീഠവും പൊളിച്ചു മാറ്റി മൾട്ടി സ്പെഷ്യൽ അക്വസ്റ്റിക് തിയേറ്ററും സൗണ്ട് പ്രൂഫ് ഓഡിറ്റോറിയവും ഡോൾബി അറ്റ്മോസ് സൗണ്ട് സിസ്റ്റവും ഒക്കെ സ്ഥാപിക്കാൻ ഈ സിനഡിൽ ഞങ്ങൾ തീരുമാനിക്കും. See the palm trees glow. Caddy drop top, got the rims on shine. West Coast living, where it's always fine.
barbecue grilling, got the smoke in the air. Neighbors pulling up, good vibes everywhere. Talk box singing, let the synthesizer play. Grooving through the block like it's a Saturday.